മെസ്സേജ് ഇട്ട് വരുന്നതാണ്. 12:30 ആയപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു സ്ത്രീ കിണറ്റിൽ ചാടിയതായിട്ട് ഒരു മെസ്സേജ് കിട്ടുന്നു. നമ്മൾ വേറെ സ്പോട്ടിൽ ഇന്നലെ ഫയർഫോഴ്സ് തിരക്കിലായിരുന്നു. ഒരു കൈകാര്യം ചോദിക്കണം, വെള്ളം കയറിയെന്ന് പറഞ്ഞ മൈലത്തുള്ള ആൾക്കാരെയൊക്കെ ഒഴിപ്പിച്ച് നമ്മൾ സുരക്ഷിതമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നത്. ഈ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഇവിടെ എത്തി. ഏകദേശം 12:30 ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ഈ സ്ത്രീ ജീവനോടെ കിണറ്റിനുള്ളിലുണ്ട്. അപ്പോൾ നമ്മൾ അവരെ ജീവനുള്ള ആളായതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് സോണി എന്ന് പറയുന്ന ജീവനക്കാരനെ നമ്മൾ BSEറ്റിൻ്റെ സഹായത്താൽ എല്ലാം സേഫ്റ്റി ഒക്കെ ധരിപ്പിച്ച് കിണറ്റിലിറക്കി. ഇറക്കിയിട്ട് നമ്മൾ എടുക്കാൻ നേരം വെട്ടക്കുറവുണ്ടായിരുന്നു. വെട്ടക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ ജീവനക്കാരും ഇവിടെ നല്ല ഇരുട്ടുള്ള സ്ഥലമല്ലേ, അപ്പോൾ നമുക്ക് വെട്ടമില്ലായിരുന്നു. വെട്ടമില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ഇവരുടെ ആരും ബന്ധുവെന്നോ ഹസ്ബൻഡെന്നോ ഒക്കെ പറയുന്ന ഒരാളെ ലൈറ്റ് അടിച്ച് തരാനായിട്ട് സഹായിക്കാനായിട്ട് വിളിച്ചു. ഈ പുള്ളി ഫെൻസിങ്ങില്ലേ, കിണറിൻ്റെ ഫെൻസിങ്ങിലേക്ക് ചാരി നിൽക്കുകയും ഫെൻസിങ് അകത്തേക്ക് പോവുകയും ചെയ്തത്. നമ്മുടെ ജീവനക്കാരുടെ തലയിൽ വീണു, തല പൊട്ടി, തലച്ചോറ് പുറത്ത് വന്നു. ഒരവസ്ഥയിലാണ് നമ്മളെടുക്കുന്നത്. കാര്യം ഈ ജീവനക്കാരൻ നമുക്ക് എന്താ പറയുക, റോപ്പിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ റോപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റി. നമ്മൾ കൊട്ടാരക്കര ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ച് നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഏകദേശം ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിട്ടുള്ളതാണ് അറിയിച്ചത്. മറ്റു രണ്ടുപേരെ എടുക്കുന്നതിന് കാര്യപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ജീവനക്കാരെല്ലാം ഈ ആളെ കൊണ്ട് നമ്മുടെ കാഷ്വാലിറ്റി കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. പിന്നെ കുണ്ടറയും കൊല്ലവും സ്റ്റേഷൻ വന്നിട്ടാണ് ബാക്കിയുള്ളവരെ പുറത്തെടുത്തത്. എല്ലാവരും മരണപ്പെട്ടു. സുരക്ഷാ സംവിധാനം ധരിച്ചാണ് നമ്മൾ കൈവരിയുടെ ബലക്കുറവാണ് കാരണം. കൈവരി പൊട്ടി അകത്തേക്ക് പോവുകയാണ് ചെയ്തത്. ഓക്കെ, എൻ്റെ പേര് വേണു, അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ, കൊട്ടാരക്കര.